അടുത്ത വഴി എന്ന് പറയുന്നത് നമുക്ക് സവാളയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആസിഡ് ഏറ്റവും കൂടുതലുള്ളത് വേരുകളുടെ ഭാഗത്താണ്. അപ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ കണ്ണുനീരൊക്കെ നമുക്ക് വരുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ആ വേരിൻ്റെ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതങ്ങ് എടുത്ത് കളയാം. ചിലർ വേരിൻ്റെ ഭാഗത്ത് മുകളിൽ തുടങ്ങിയിട്ട് താഴെ വരെ അങ്ങ് എടുത്ത് കളയാറുണ്ട്. ഇപ്പോൾ കുറേ സവാളയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ അത്രയും ഭാഗം കളയാണെങ്കിൽ സവാള വേസ്റ്റ് ആയിട്ട് പോവും. ഈ വേരിൻ്റെ ഭാഗം കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒട്ടും കണ്ണുനീര് വരണ്ടെങ്കിൽ മുകൾ മുതൽ താഴെ വരെ അങ്ങ് എടുത്ത് കളയുക. ഇത് നമുക്ക് സവാളയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് സവാള ഇങ്ങനെ 4ആയിട്ട് മുറിക്കാം. എന്നിട്ട് ഇങ്ങനെ മലർത്തി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. സവാള മുറിക്കുമ്പോൾ അതിൽ കുറച്ച് നീര് പോലെ കാണില്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങിപ്പോയിക്കോളും. അതിനുശേഷം നമ്മൾ അരിഞ്ഞെടുത്താൽ കണ്ണൊന്നും നീറില്ല. ഇപ്പോൾ കുറേ നേരം മാറ്റി വയ്ക്കാൻ സമയമില്ലെങ്കിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് ഈ സവാള മുക്കി വെച്ചാൽ മതി. പിന്നെ അരിയുമ്പോൾ കണ്ണ് നീറില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിക്കും ചെയ്യാം. ചെറിയ ഉള്ളി ആകുമ്പോൾ അരിഞ്ഞൊന്നും എടുക്കണ്ട, ഒരു പാത്രത്തിൽ അരിയാനുള്ള ചെറിയ ഉള്ളി ഇട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് എടുത്ത് അരിഞ്ഞാൽ മതി, കണ്ണ് നീറില്ല. അടുത്ത വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ